പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ ഓരോ നിമിഷവും കാത്തു പരിപാലിച്ച് ഞങ്ങളെ രക്ഷയിലേക്കും ജീവനിലേക്കും നയിക്കുന്ന അവിടുത്തെ വലിയ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവസങ്ങളൊക്കെയും അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും മോണിക്ക പ്രാർത്ഥനയിലൂടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ കടങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായി അങ്ങ് അർപ്പിച്ച ഏകജാതന്റെ ബലിയിലൂടെ പൂർത്തീകരിച്ച രക്ഷ സ്വന്തമാക്കിയെടുക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു. ഈ ഒക്ടോബർ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ രക്ഷയുടെ അടിസ്ഥാനമായിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം, ജപമാലയുടെ ശക്തി, അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഈ കാലഘട്ടത്തിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാനും വിജയം കൈവരിക്കുവാനും വേണ്ട വലിയ അഭിഷേകം, വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. മാലാഖമാരുടെ, വിശുദ്ധരുടെ, രക്തസാക്ഷികളെല്ലാം രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, സകല രക്തസാക്ഷികളെ നിങ്ങളുടെ സജീവമായ സാന്നിധ്യവും സഹായവും മാധ്യസ്ഥവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ശക്തമായ പോരാട്ടത്തിൽ വിജയം കൈവരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം, അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് അതിശക്തമായ ഒരു പ്രാർത്ഥനയിലും ഒരു പോരാട്ടത്തിലുമാണ്. മോണിക്ക പ്രയർ ഏകദേശം അവസാനിക്കാറായി, 33 ദിവസം. അപ്പോൾ തന്നെ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒക്ടോബർ മാസം പരിശുദ്ധ ജപമാലയുടെ മാസം. നമ്മുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ സഹായം യാചിച്ചുകൊണ്ട് പരിശുദ്ധ ജപമാലയിലൂടെ നമ്മൾ ഈ യുദ്ധം തുടരുകയാണ്. നമ്മൾ ഈ മോണിക്ക പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ മക്കൾക്കായി മാതൃസന്നദ്ധിയിൽ എന്നുള്ള വലിയൊരു ശുശ്രൂഷ ആരംഭിക്കണം. കണ്ടിന്യൂ ചെയ്യണം ഈ പ്രാർത്ഥന. കാരണം യുദ്ധം അവസാനിക്കുന്നില്ല. ശത്രുവിന്റെ ആധിപത്യങ്ങളെ, കോട്ടകളെ തകർത്ത് നമ്മുടെ മക്കളെ വിടുവിച്ച് എടുക്കുന്നതുവരെ, നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുന്നതുവരെ നിരന്തര പോരാട്ടം നമ്മൾ നടത്തുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ട്. ഒക്ടോബർ 7-ാം തീയതി 1 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട്. അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ രാജ്യം ഓരോ പൗരനും സുരക്ഷിതനാകുന്നതുവരെ യുദ്ധം തുടരും, യുദ്ധം തുടരും. ഇതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയാൽ നമ്മുടെ എല്ലാ മക്കളും രക്ഷിക്കപ്പെട്ടു, സുരക്ഷിതമാക്കപ്പെട്ടു, ശത്രുവിന്റെ പിടിയിൽ നിന്ന് മോചിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുന്നവരെ നമ്മൾ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജപമാലയുടെ ശക്തിയുടെ അടിസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ പോകും. മനുഷ്യന്റെ അധപതനം നമുക്കറിയാം. പിശാച് അവനെ വഞ്ചിച്ച് ദൈവത്തിന്റെ വചനം ലംഘിപ്പിച്ച് പിശാചിന്റെ അടിമത്തത്തിലേക്ക് വീണുപോയ മാനവകുലം, അവനെ രക്ഷിക്കുവാൻ ദൈവം തിരുമനസ്സായപ്പോൾ ഈ ശത്രുവായ പിശാചിന്റെ തല തകർക്കാൻ ദൈവം അനാദികാലം മുമ്പേ തിരഞ്ഞെടുത്ത് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു സ്ത്രീ. ഉൽപ്പത്തി 3:15 സാത്താനോട് ദൈവം പറയാ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തല തകർക്കും. പിശാചിന്റെ തലയെ തകർക്കാൻ വേണ്ടി, അവന്റെ ആധിപത്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇതാ സ്വർഗം നൽകിയ ഒരു വലിയ ശത്രുവാണ്, അല്ലെങ്കിൽ നമുക്കുള്ള ആയുധമാണ് മക്കളെ പരിശുദ്ധയമ്മ. അതുകൊണ്ട് തന്നെ മാതാവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോ ഒരു സ്ത്രീയെ പോലെ, സാധാരണ ഒരു സ്ത്രീയെ പോലെ കാണരുത്. സ്വർഗം
നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ ശത്രുവിന്റെ തല തകർക്കാൻ വേണ്ടി സ്വർഗം നമുക്ക് നൽകിയ ഒരു ആയുധമാണ്, ഒരു സാന്നിധ്യമാണ്, സൈന്യാധിപയാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് യഹൂദ യുവതിമാരിൽ ഒരു സ്ത്രീയായിട്ട് മാതാവിനെ കാണരുത്. മറ്റുള്ള സ്ത്രീകളിൽ ഒരുവളായിട്ട് മാതാവിനെ കാണരുത്. മാതാവ് എന്ന് പറയുന്ന സ്ത്രീ വ്യക്തി, ദൈവം ഈ സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയാക്കി മാറ്റി. അതിനുവേണ്ടി ദൈവകൃപ നിറച്ച് ഒരു പാപത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ, ജന്മപാപം ഇല്ലാതെ ജനിക്കുവാൻ ഇടയാക്കി കൃപ നിറച്ച് നൽകിയ ഒരു വലിയ സാന്നിധ്യമാണ്, ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ, ഈ അമ്മ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, മാതാവിനെ നമ്മൾ ശരിക്കും അറിഞ്ഞ് ജപമാലയുടെ ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ ശത്രുവിനെതിരെ അതിശക്തമായ പോരാട്ടം നമ്മൾ നടത്തണം. അത് ദൈവം ആഗ്രഹിക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു, സഭ ആഗ്രഹിക്കുന്നു, നമ്മുടെ പാരമ്പര്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ജപമാലയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ഡൊമിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് 1214 13-ാം നൂറ്റാണ്ടില് ആരംഭിച്ച, അല്ലെങ്കിൽ ഈ രൂപത്തിൽ അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ജപമാലയുടെ രൂപത്തിൽ ലഭിച്ചത് അദ്ദേഹത്തിലൂടെയാണെന്ന് നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലമുണ്ട്. എന്താണ്? ആൽബജൻഷ്യൻ പാഷണ്ഡത, ജനം മുഴുവൻ വഴിപഴിച്ചു പോയ ഒരു കാലഘട്ടം, കഠിന ഹൃദയര്, കഠിന പാപികള്, ദൈവത്തോട് ബന്ധമില്ല, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, അങ്ങനെ ഒരു കഠിനതയുടെ ദൈവത്തെ ഉപേക്ഷിച്ച കാലഘട്ടമാണ്. ആ കാലഘട്ടത്തില് ഇത് കണ്ടിട്ട് സങ്കടപ്പെട്ട് ഈ ഡൊമിനിക് എന്ന് പറയുന്ന ആ വിശുദ്ധൻ ഫ്രാൻസില് ടുളൂസിനടുത്തുള്ള വനാന്തരത്തിൽ പോയി ത്യാഗം ചെയ്ത്, ഉപവസിച്ച്, പ്രാശ്ചിത്തം ചെയ്ത്, സ്വയം മുറിവേൽപ്പിച്ച് 3 രാത്രിയും പകലും ഈ മനുഷ്യൻ പ്രാർത്ഥനയില്ല, പരിഹാരം ചെയ്ത്, സഹനമേറ്റെടുത്ത്, നിലവിളിച്ച് സ്വർഗത്തിലേക്ക് ഇവിടെ സഹായത്തിന് വേണ്ടി നിലവിളിക്കുക. അങ്ങനെ അവസാനം രക്തം വാർന്നിട്ടെന്ന പോലെ ഈ മനുഷ്യൻ ബോധരഹിതനായി കിടക്കാം. ആ സമയത്ത് പരിശുദ്ധ അമ്മ 3 മാലാഖമാരാൽ പരിസേവിതയായിട്ട് ഈ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയാ, അല്ലയോ ഡൊമിനിക്ക്, ഇതുപോലെ തിന്മ നിറഞ്ഞ കഠിന ഹൃദയരായി പോയ കഠിന പാപികളുടെ ഈ പാഷണതയുടെ ഒക്കെ അവസ്ഥയില് സ്വർഗം അതിനെതിരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആയുധം എന്തെന്നറിയോ? അപ്പൊ ഡൊമിനിക്ക് പറയുന്നുണ്ട്, അമ്മയല്ലേ തിരുക്കുമാരന്റെ വലത്തു ഭാഗത്തിരുന്ന് മാനവരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കുകയും ആ തിരുക്കുമാരന്റെ രക്ഷാകര ബലിയിൽ കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ മകനെ മടിയിൽ കിടത്തി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നിന്ന് സഹരക്ഷകയായത് അമ്മയല്ലേ? അമ്മയ്ക്കല്ലേ അറിയൂ. അപ്പോൾ മാതാവ് പറഞ്ഞു കൊടുത്ത വലിയൊരു ആയുധമാണ് മക്കളെ, റിസൈറ്റ് ദി എൻജലിക് സാൾട്ടർ. മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിക്കുക, റിസൈറ്റ് ചെയ്യുക, ആവർത്തിച്ച് പറയുക. എന്താണ് മാലാഖയുടെ പ്രകീർത്തനം? ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, തിന്മയ്ക്കെതിരെ, പിശാചിനെതിരെ, കഠിന പാപികൾക്കെതിരെ, കഠിനമായ പാഷണ്ഡതകൾക്കെതിരെ ശക്തമായ ആയുധമാക്കി ദൈവം തന്ന ഒരു വലിയ ആയുധമാണ് ഈ മാലാഖയുടെ പ്രകീർത്തനം. അതാരെ വിളിച്ചാൽ പ്രാർത്ഥിക്കണേ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ, നമുക്കറിയാം, പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോ പിശാചിന് ഈ മനുഷ്യന്റെ മേൽ അധികാരം കിട്ടി. ദൈവകൃപ എവിടെയുണ്ടോ അവിടെ പിശാചിന് ഒരു സാന്നിധ്യമില്ല, ഒരു അവകാശമില്ല, എത്തി നോക്കാൻ പോലും പേടിയ. അങ്ങനെ ഒരു ആയുധത്തെ പിശാചിന് പേടിയുള്ള, ആക്രമിക്കാൻ പറ്റാത്ത, അത് മാത്രമല്ല ഈ കൃപ നിറഞ്ഞവളെ പിശാചിന് പേടിയ. കാരണം പിശാചിന്റെ തല തകർക്കാനും ദൈവകൃപയുള്ളവന് സാധിക്കും. ഇവിടെ മാതാവ് ഉത്ഭവ പാപം പോലുമില്ലാതെ ജനിച്ച് ദൈവകൃപയാൽ നിറച്ച് ദൈവം വളർത്തി ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടി
ഇതുപോലൊരു സൃഷ്ടിയില്ല. ഇതുപോലെ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം വേർതിരിച്ച് ഇതിനു വേണ്ടി തന്നെ, പിശാചിന്റെ തല തകർക്കാൻ വേണ്ടി തന്നെ സൃഷ്ടിച്ച ഒരു മഹാസൃഷ്ടിയാണ്, മഹാത്ഭുതമാണ് ഈ പരിശുദ്ധ അമ്മ. അമ്മയെ സ്വർഗം അഭിസംബോധന ചെയ്തതാണ് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. അതാണ് മക്കളെ ഈ ജപമാലയുടെ ശക്തി. അത് വിളിക്കുമ്പോ തന്നെ മാതാവിന്റെ സാന്നിധ്യം വന്ന് നിറയുക. ആ സാന്നിധ്യം നിറയുമ്പോ പിശാച് ഓടിപ്പോവും. ഈ ലോക ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ കഠിന പാപത്തില്, ഒത്തിരി പാഷണ്ഡതകളില്, സഭയിലെ പ്രതിസന്ധികള്, ഒത്തിരിയേറെ തകർച്ചകൾ കടന്നു വരുമ്പോ സഭ രക്ഷപ്പെട്ടത് രണ്ട് കാര്യത്തിലൂടെയാ. ഒന്ന് വിശുദ്ധ കുർബാന, രണ്ട് പരിശുദ്ധ അമ്മ ജപമാല. അനേക മക്കള്, അനേക ആയിരങ്ങള് ജപമാല എടുത്തുയർത്തി അതിശക്തമായിട്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ സാന്നിധ്യം വിളിച്ചിറക്കി, ദിവ്യകാലന്റെ സാന്നിധ്യം വിളിച്ചിറക്കി അനേക തിന്മകളെ, പാഷണ്ഡതകളെ, കഠിന പാപികളെ മാനസാന്തരത്തിലേക്കും തിന്മയുടെ സ്വാധീനങ്ങളെ തകർത്തെറിയുവാനും ദൈവം ഇടയാക്കി സ്വർഗം ഉപകരണമാക്കി. ഈ അമ്മയാണ് നമ്മുടെ അമ്മ. വീണ്ടും അതൊക്കെ ആ ജപമാല പ്രാർത്ഥനയില് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, നിന്നോട് കൂടെ, ദൈവം കൂടെയുള്ളവൻ, ദൈവം കൂടെയുള്ളവൻ. ജോഷുവ 1:5 ജോഷുവയുടെ കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം കൂടെ വസിക്കുന്നവൾ, ദൈവത്തിന്റെ കൃപ നിറഞ്ഞവൾ. ഇത്രമാത്രം ശക്തിയായ ഒരു സാന്നിധ്യമാണ്, ആയുധമാണ് തിന്മയ്ക്കെതിരെ പരിശുദ്ധമാണ്. അപ്പൊ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. പിന്നെ എലിസബത്ത് പറഞ്ഞ വചനം നമുക്കറിയാലോ. ജപമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷാകര രഹസ്യങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കലാണ്. ഇത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി, അത് ആരിലൂടെ പൂർത്തീകരിക്കപ്പെട്ടോ ആ അടിസ്ഥാനമാരാണ് പരിശുദ്ധ അമ്മയാ. അതുകൊണ്ട് ഇങ്ങനെ പറയും, പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ള മാലാഖയുടെ പ്രകീർത്തനം. പുതിയ നിയമത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ, അടിസ്ഥാന ശില, അതാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയിലൂടെയാണ് ഈ സാന്നിധ്യം ശക്തി കടന്നു വന്നത്. ഈ അമ്മയിലൂടെയാണ് ഈശോ ജനിച്ചത്. പരമപരിശുദ്ധനായ ഈശോ മനുഷ്യനായി അവതരിക്കാൻ ദൈവം തെരഞ്ഞെടുക്കുന്നത് അത്രമാത്രം അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ചവളാ, സാധാരണ സ്ത്രീയല്ല. അതിനുവേണ്ടി ദൈവത്തിന് മനുഷ്യനായി അവതരിക്കാൻ അതുപോലെ പരിശുദ്ധനായ പരിശുദ്ധ മറിയം, പരിശുദ്ധയായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഉപകരണം, ഒരു സ്ത്രീ ആണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയൊക്കെ നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് ഒരു സ്ത്രീയെ പോലെ കണ്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു പിടിയും കിട്ടില്ല. ഇത് സ്വർഗത്തിന്റെ രഹസ്യമാണ്. മാതാവ് ഭയങ്കര രഹസ്യമാണ് മക്കളെ. ധ്യാനിച്ചാലൊന്നും എത്തും പിടിയും കിട്ടാത്ത അത്രമാത്രം മഹാത്ഭുതവും മഹാരഹസ്യവുമാണ് ഈ പരിശുദ്ധ അമ്മ. അതുകൊണ്ട് മാതാവിനെ കുറിച്ച് നമ്മൾ വേണ്ടാത്തൊന്നും ചിന്തിച്ചു പോണ്ട. മാതാവ് സ്വർഗം, ദൈവം സൃഷ്ടിച്ച അത്ഭുതകരമായ രക്ഷാകര രഹസ്യത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അമ്മയെ നമ്മൾ അതുപോലെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ സാന്നിധ്യം എവിടെയൊക്കെ വിളിച്ചിറക്കിയോ അവിടെ ദൈവം ഇടപെടും. അങ്ങനെ ഡൊമിനിക്കിനോട് പറഞ്ഞു, ഈ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനുഗ്രഹീതയാന്നു, അങ്ങയുടെ നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഇത് എലിസബത്ത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തിലൂടെ ദൈവം പറയിപ്പിച്ച, സ്വർഗം വെളിപ്പെടുത്തിയ, പ്രഖ്യാപിച്ച, പ്രഘോഷിച്ച ഒരു സത്യമാണ്. എലിസബത്ത് കണ്ടുപിടിച്ചതല്ല, പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്ത കിട്ടി. മാതാവാരാണ്? സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ബാക്കിയാണ് നമ്മുടെ പ്രാർത്ഥന. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെന്ന് എലിസബത്ത് തന്നെ പറഞ്ഞതാ, എന്റെ കർത്താവിന്റെ അമ്മ. നമ്മൾ പറയാണ്, ഈ അമ്മയെ മനസ്സിലാക്കി പറയാ, പരിശുദ്ധ മറിയമേ. മാതാവിന് മാത്രമുള്ള ഒരു വിശേഷണമാണ് പരിശുദ്ധ മറിയം. നമ്മള് ഇന്ന് പല സ്ഥലത്തും സെയിന്റ് മേരി എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല.
ഹോളി മേരി. ഹോളി മേരി, അതാ ശരി. ഇതുമാട്ടെ മാതാവിന്റെ വില താഴ്ത്താനും മാതാവിന്റെ ആ ഒരു സ്ഥാനം താഴ്ത്താനൊക്കെ വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഹോളി മേരി, പരിശുദ്ധ മറിയമേ, അല്പം പോലും അശുദ്ധിയില്ലാത്ത, പാപരഹിതയായ, ജന്മപാപമില്ലാത്ത പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ. പിന്നെയാണ് നമ്മുടെ പ്രാർത്ഥന, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ അമ്മയുടെ സാന്നിധ്യം വരും. അതോടൊപ്പം തന്നെ അമ്മയിൽ നിറഞ്ഞ കൃപ, അമ്മയുടെ ശക്തി, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ മഹത്വം അവിടെ പ്രഘോഷിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയെ ശരിക്കും അറിയണം. കുട്ടൻചേച്ചി പറയുന്നത്, മാലാഖ വന്ന് മാതാവിന്റെ മുമ്പില് ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഉച്ചത്തിൽ പ്രഘോഷിച്ചപ്പോ സാത്താൻ ഞടുങ്ങി വിറച്ചു. നരക കവാടങ്ങൾ പ്രകമ്പനം കൊണ്ടെന്ന് പറയാ, പേടിച്ചു വിറച്ചു. കാരണം കൃപ നിറഞ്ഞവൾ, അവളെ മുമ്പിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റൂല. പിശാചിന് അവന്റെ തല തകർക്കാനുള്ളവളാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിന് മാതാവിനെ പേടിയാ. അതോടെ ഇന്ന് പിശാചിന്റെ വർഗത്തിൽപ്പെട്ടവർക്കൊക്കെ മാതാവിനെ ഭയങ്കര പേടിയാ. ഈവൻ മേരി എന്നുള്ള പേരുള്ളവരെ പോലും പിശാചിന് പേടിയാ. അതുകൊണ്ട് തന്നെ മേരി എന്നുള്ളവരെ ആക്രമിക്കാൻ അവൻ നോക്കും. അതുകൊണ്ട് മേരി എന്നുള്ള പേരുള്ള മക്കള് മാതാവിനെ അതുപോലെ ചേർത്ത് പിടിച്ച് അമ്മ സാന്നിധ്യത്തില്, ജപമാലയില്, ഉത്തരീയത്തിലൊക്കെ ഉറപ്പിച്ചു പോണം. പേരെടുത്തിട്ട് കാര്യമില്ല, ആ പേരിന്റെ മഹത്വത്തിൽ, സാന്നിധ്യത്തിൽ ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഡൊമിനിക്ക് ഇത് അറിഞ്ഞപ്പോൾ മാതാവിനോട് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ? മാതാവ് പറഞ്ഞു, നീ പ്രഘോഷിക്കി, ജനത്തെ കൊണ്ട് പ്രഘോഷിപ്പിക്കി. അങ്ങനെ ഡൊമിനിക്ക് എഴുന്നേറ്റ് പൂർവാധികം അഭിഷേകത്തോടെ, ശക്തിയോടെ ഇതാ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ തന്നെ അതിസ്വാഭാവികമായ സ്വർഗത്തിന്റെ ഉറപ്പിക്കലുകൾ അവിടെ നടക്കുക. അവിടെ ചെന്നു ദേവാലയത്തേക്ക് കയറുമ്പോ തന്നെ ദേവാലയത്തിന്റെ മണികൾ താനേ അടിക്കാൻ തുടങ്ങി. പലവട്ടം കേട്ടിട്ടുണ്ടാകും ഇതൊക്കെ. താനെ അടിക്കാണ്, സ്വർഗത്തിന്റെ ഇടപെടല്. മാലാഖമാർ ഇറങ്ങി വന്ന് മണിയടിക്കുക. അതിനുശേഷം ജനങ്ങൾ ഓടിക്കൂടി. എന്താ മണിയടിക്കുന്നത്? അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ വലിയ മണിമാളികയുടെ മുകളില് അടിക്കാതെ കിടക്കുന്നൊക്കെ മണിയാണ്. അത് കൂട്ടമണി അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മണിയടി അവിടെ ഉണ്ടായിട്ടില്ല. ആളുകൾ തടിച്ചുകൂടി. ആ സമയത്ത് ഡൊമിനിക്ക് വലിയ അഭിഷേകത്തോടെ പ്രകാശപൂരിതനായിട്ടുന്ന പോലെ ആ ദേവാലയത്തേക്ക് കയറി. അങ്ങനെ കയറി ചെന്നു പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്ന് കരങ്ങൾ ഉയർത്തി 3 വട്ടം ആ വന്ന ജനത്തെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. മാത്രമല്ല ഡൊമിനിക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കരമായ ഇടിവെട്ട്, ഭയങ്കരമായ കാറ്റ്, ഭയങ്കരമായ പ്രകൃതിയുടെ ഭയങ്കരമായ അതിസ്വാഭാവികമായ പ്രവൃത്തികൾ പ്രകടമായിട്ട് അവിടെ സംഭവിക്കുക. ജനം ഭയന്നു വിറച്ചു. ഈ സ്വർഗത്തിന്റെ ഇടപെടല്, മാതാവിന്റെ ശക്തമായ സാന്നിധ്യം, ആ അടിസ്ഥാനത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഡൊമിനിക്ക് ഈ എഞ്ചലിക് സാൾട്ടർ, ഈ ജപമാല അവിടെ പ്രഘോഷിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അവിടെ വലിയ മാനസാന്തരം ഉണ്ടായി. ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം ജനഹൃദയങ്ങളെ മാനസാന്തരത്തേക്ക് നയിച്ചു. വലിയ മാറ്റം, പാഷണ്ഡതകൾ തകർന്ന് തരിപ്പണമായി. മാനസാന്തരത്തിലൂടെ അനേക മക്കള് ദൈവത്തിലേക്ക് വന്നു, പ്രാർത്ഥനയിലേക്ക് വന്നു. ഈ പ്രാർത്ഥന, അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥനയുടെ ശക്തി, ജപമാലയുടെ ശക്തി അതിശക്തമാണെന്ന് സ്വർഗം തെളിയിച്ച വലിയ അനുഭവമാണ് വിശുദ്ധ ഡൊമിനിക്കിലൂടെ അന്ന് സംഭവിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് ഇന്നുവരെ സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ കഠിനമായ പ്രതിസന്ധികളൊക്കെ നേരിട്ട സമയത്ത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞ ശക്തമായ ആയുധമാണ് ജപമാല. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടോ, എന്ത് പ്രതിസന്ധിയുണ്ടോ, പൈശാചിക പീഡയുണ്ടോ, അവിടെയൊക്കെ ജനം ചരിത്രത്തിലും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച വലിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഈ പ്രാർത്ഥനയില് അമ്മയുടെ സാന്നിധ്യമുണ്ട്, അമ്മയുടെ ശക്തമായ കൃപയുടെ നിറവുണ്ട്. സാത്താന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന, നരകത്തിന്റെ കവാടങ്ങളെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ഭയങ്കര ശക്തിയുണ്ട് ഈ ജപമാലയിൽ. അങ്ങനെ
ജനം മുഴുവൻ മാനസാന്തരത്തിലേക്ക് വന്നു, വലിയ കൃപയിലേക്ക് വന്നു, കൂദാശയിലേക്ക് വന്നു. ഇനി എവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടാലും അവിടെ സംഭവിക്കുന്ന കാര്യം എന്നറിയോ? മാനസാന്തരം. കർത്താവിലേക്ക് തിരിയുന്നു, കൂദാശയിലേക്ക് തിരിയുന്നു. കുംഭസാരം, വിശുദ്ധ കുർബാന, അതിലേക്ക് അടുപ്പിക്കുന്ന വലിയ സാന്നിധ്യമാണ് അമ്മയുടെ സാന്നിധ്യം. നമുക്കറിയാം അതിനുശേഷം ചരിത്രം. അങ്ങനെ കാലഘട്ടങ്ങൾ കടന്നുപോയി. ജനം സ്വാഭാവികമായ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കുറച്ചു കഴിയുമ്പോ ജപമാലയുടെ ഒക്കെ പ്രാർത്ഥനകളൊക്കെ കുറഞ്ഞു. നമുക്കറിയാം ഇവിടെ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അഭിഷേകത്തിൽ ഇങ്ങനെ കത്തി നിൽക്കണം. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, അത് സ്വാഭാവികമായ മനുഷ്യന്റെ പ്രശ്നം എന്നറിയോ? കുറച്ചങ്ങടെ കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചും നല്ല അഭിഷേകത്തില് നല്ല തീഷ്ണതയില് അടുപ്പിച്ച് കുമ്പസാരം, കുർബാന, ജപമാല ഇങ്ങനെയൊക്കെ എളുപ്പം. പക്ഷെ കുറച്ചു കഴിയുമ്പോ ഈ പ്രാർത്ഥന കുറയും, പള്ളിപ്പോക്ക് കുറയും, കുമ്പസാരത്തിന് ദൈർഘ്യം കൂടും. അങ്ങനെയൊക്കെ വരുമ്പോ പതുക്കെ പതുക്കെ ഇതൊന്ന് മാറിപ്പോകും. അങ്ങനെ മാറുമ്പോ ലോകത്തിലേക്ക്, ജഡികതയിലേക്ക്, പാപത്തിലേക്ക്, തകർച്ചയിലേക്ക്, പിന്നെ വേണ്ടാത്ത പഠിപ്പിക്കലുകളിലേക്ക്, ജഡികമായ ആസക്തികളിലേക്ക് മനുഷ്യ പോകും. അങ്ങനെ യൂറോപ്പ് നമുക്കറിയാം 14-ാം നൂറ്റാണ്ടില് 1349 യൂറോപ്പിനെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് പ്ലേഗ് അനേക ആയിരങ്ങളെ, 100-ൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരെയും എന്ന പോലെ അനേകം പേര് ഇറ്റലിയിലും ജർമ്മനിയിലും ഫ്രാൻസിലും സ്പെയിനിലും യൂറോപ്പിനാകപ്പാടും കത്തിപ്പടർന്ന വലിയൊരു മാരക രോഗം ബ്ലാക്ക് പ്ലേഗ് അതങ്ങോട്ട് കത്തിപ്പടർന്നു. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റണില്ല. ഒത്തിരി ആശ്രമങ്ങൾ കാലിയായി, കുടുംബങ്ങൾ കാലിയായി, സമൂഹങ്ങൾ കാലിയായി, അനേകം പേര് മരിച്ചുപോയി. ആ സമയത്ത് 1460 ഡൊമിനിക്കൻ സന്യാസ സഭാംഗമായ അലൻ ഡി റോഷെ, വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷയെ സ്വർഗം വിളിച്ചു. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തിരുഹൃദയനാഥൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഈ എഞ്ചലിക് സാൾട്ടർ പ്രഘോഷിക്കുക. ഈ ബ്ലാക്ക് പ്ലേഗ് മനുഷ്യരിലേക്ക് വന്നാൽ കാരണം അവിടെ പാപങ്ങൾ വഴിവിട്ട ജീവിതമാ. അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിക്കാനും പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഈ ഡൊമിനിക്കൻ സന്യാസിയെ ദൈവം പ്രചോദിപ്പിച്ചു. മാത്രമല്ല പരിശുദ്ധ അമ്മ ഈ അലന് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഡൊമിനിക്ക് ഈ അലൻ ഡി റോഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കാലഘട്ടത്തെ ഈ മനുഷ്യനെ രോഗത്തിൽ നിന്ന്, മഹാമാരിയിൽ നിന്നും, ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ ജപമാല പ്രാർത്ഥന ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഡൊമിനിക്ക് അന്നത്തെ കാലം ഓർമ്മിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഡൊമിനിക്കൻ സന്യാസിയെ കൊണ്ട് തന്നെ ഫ്രറ്റേണിറ്റി ഓഫ് റോസറി, ജപമാല കൂട്ടായ്മയെ വീണ്ടും ശക്തിപ്പെടുത്തി. അങ്ങനെ അനേകം മക്കള് ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗം ഇടപെട്ടു. മാതാവിന്റെ ശക്തമായ സാന്നിധ്യം ആ ബ്ലാക്ക് പ്ലേഗിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു കളയുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തില്, മഹാമാരിയുടെ കാലഘട്ടത്തില്, പാപത്തിന്റെ കാലഘട്ടത്തില്, കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സ്വർഗം തന്ന വലിയൊരു പ്രാർത്ഥനയായി ഈ ജപമാല മാറുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പൈശാചിക പീഡയിലും, ഏത് കഠിനമായ മാനസാന്തരപ്പെടാത്ത പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും ഇടപെടലും നാരകീയ സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ട് സംഭവിച്ച അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ ഏറെ. അതുകൊണ്ട് തന്നെ എങ്ങനെ പറയും, ഒരു പാപിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോ ജപമാല ചൊല്ലി അമ്മയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ജപമാല ആ പാപിയുടെ ശരീരത്തിൽ മുട്ടിച്ചാൽ മതി, അവനിൽ മാനസാന്തരം സംഭവിക്കുന്നു. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ചൈതന്യത്തോടെ ഈ ജപമാല പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവിടെ സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. വീണ്ടും നമ്മള് ലൂർദില് 1858 വിശുദ്ധ ബർണദിത്താക്കി പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ജപമാല പ്രാർത്ഥന, പാപികളുടെ മാനസാന്തരം, പശ്ചാത്താപം, കൂദാശയിലേക്ക് അടുപ്പിക്കുന്ന മാതാവിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോ കാലഘട്ടത്തിൽ. വീണ്ടും 1917 ഫാത്തിമയില് ഞാൻ ജപമാല രാജ്ഞിയാണ്, വിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു. മക്കളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പാപികളുടെ മാനസാന്തരം, ദൈവത്തോട് അനുരഞ്ജനപ്പെട്, ദൈവമക്കൾ സ്വർഗത്തിന്റെ മക്കളെ പോലെ ജീവിക്കുക. ഇപ്പൊ നമുക്കറിയാം ഈ 1981 വെച്ചുകോറി ഇന്ന് അനേക മക്കള്
ഇത്രയും മാതാവുമായി ബന്ധപ്പെട്ട് സ്വർഗാനുഭവം പ്രാപിക്കുന്ന ഒരിടമാണല്ലോ മെച്ചുകുറി. മാതാവിന്റെ പ്രത്യക്ഷം അവിടെയൊക്കെ മാതാവ് പറയണ്, ജപമാല ചൊല്ലുക, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും കർത്താവിങ്കിലേക്കും എല്ലാ മക്കളെ പഠിപ്പിക്കുക. അങ്ങനെ ലോകത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രാർത്ഥന കർത്താവിന്റെ ശക്തമായ ഇടപെടലിന് കാരണമായി. ലപ്പാന്റെ യുദ്ധത്തില് മുഹമ്മദിയര് അലി പാഷയുടെ നേതൃത്വത്തില് ശക്തമായ ഒരു സൈന്യം വരുമ്പോ അന്ന് പരിശുദ്ധ പിതാവ് റോമില് എല്ലാ പള്ളിയും തുറന്നിട്ട് നമ്മുടെ സൈന്യം, ക്രൈസ്തവ സൈന്യം, അതറിയ ഹോളി ലീഗ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു സമൂഹം വാർത്തെടുത്തു. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സൈന്യം. അങ്ങനെ ആ സൈന്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ജപമാലകൾ ചൊല്ലി എല്ലാ പള്ളികളും തുറന്ന് ജനം മുഴുവനും കണ്ണീരോടെ ദൈവകൃപ നിറഞ്ഞ മറിയത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ലപ്പാന്റെ യുദ്ധത്തിന്റെ ജയം ചരിത്രമാണ്. ജപമാലയുടെ തിരുനാൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കടന്നു വരുന്നത്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിക്കും. പ്രിയപ്പെട്ട മക്കളെ, വലിയ അഭിഷേകത്തോടെ വലിയ ശക്തിയോടെ മാതാവിനെ വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച അനേകം കുടുംബങ്ങള്, ജീവിതങ്ങള്, യുദ്ധങ്ങള്, തകർച്ചകള്, ഭാഷണതകള്, കഠിന പാപികള്, മാനസാന്തരങ്ങൾ സംഭവിച്ച ചരിത്രങ്ങൾ ഇന്ന് ലോകത്തിൽ പറഞ്ഞാൽ തീരാത്തത്രയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഒരു കഠിനമായ യുദ്ധത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കളെ പിശാച് അടിമപ്പെടുത്തി, ലോകാരൂപി അടിമപ്പെടുത്തി, ഒത്തിരി പൈശാചിക ശക്തികൾക്ക് അടിമപ്പെടുത്തി. മൊബൈല്, ലഹരി, പൈശാചികമായ വശീകരണ ശക്തികള് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കുറെ കണ്ടില്ലേ? ഇതൊക്കെ പിശാചിന്റെ ശക്തമായ പ്രവൃത്തികളാണ്. അതിനെ തകർക്കാതെ നമുക്ക് മക്കളെ വിടുവിച്ചെടുക്കാൻ പറ്റില്ല. അതിന് സാധിക്കണമെങ്കിൽ ഈ ശക്തമായ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എത്രമാത്രം ജപമാലകൾ ചൊല്ലാമോ അത്രമാത്രം ജപമാലകൾ ചൊല്ലി അത് അർത്ഥം മനസ്സിലാക്കണം. എന്താണ്? ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ശരിക്കും പറഞ്ഞ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളതിന്റെ തർജ്ജിമ ശരിക്കും വരുന്നത് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നാണ്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. നന്മ എല്ലാവരിലൊക്കെ ഉണ്ടാകാം, പക്ഷെ കൃപ എന്ന് പറഞ്ഞാൽ ഗ്രേസ്, അത് പരിശുദ്ധ അമ്മയിൽ മാത്രമേ ഉള്ളൂ നിറഞ്ഞത്. അതുകൊണ്ട് മാതാവിന് മാത്രമുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ദൈവകൃപ നിറഞ്ഞവൾ. ജപമാല ചൊല്ലുമ്പോ അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിടുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങൾ ഈ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നമ്മള് ഒക്ടോബർ 4 കൂടി നമ്മുടെ മോണിക്ക പ്രാർത്ഥന അവസാനിക്കും. പിന്നെ നമ്മള് മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന മോണിക്ക പുണ്യവതിയുടെയും അഗസ്തീനോസിന്റെയും മധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വിശുദ്ധരെയും മാലാഖമാരെയും കൂടെ നിർത്തി മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഒക്കെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഈ പോരാട്ടം നമ്മൾ തുടരുകയാണ്. മക്കൾക്കായി മാതൃസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളോട് പലവട്ടം, ഇതൊരു യുദ്ധമാണ്, പോരാട്ടമാണ്. നമ്മൾ ഇനി പിന്നിലേക്കില്ല, ഒരുമിച്ച് പോകണം. ഞാൻ കണ്ടൊരു കാര്യം, കുറെ പേര് മോണിക്ക പ്രാർത്ഥന തുടങ്ങി, കുറച്ച് കഴിയുമ്പോ പലരും ഇടയ്ക്ക് വെച്ച് ഇട്ടുപോയി. ഇത് സ്ഥിരമായിട്ട് യുദ്ധം ചെയ്യണം കേട്ടാ. ഒരു 5 ദിവസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. 10 ദിവസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. യുദ്ധം എപ്പോഴാ? യുദ്ധം അവസാനത്തെ ശത്രുവും പരാജയപ്പെടുന്നത് വരിക. ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുമ്പോ ആ പാമ്പിന്റെ അനക്കം നിലച്ചൊന്ന് ഉറപ്പ് വരുത്തണം വരെ തല്ലണം. നമ്മുടെ മക്കളിൽ അവസാനത്തവൻ വരെ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ യുദ്ധം ചെയ്യണം. അതിനുള്ള വലിയൊരു ആയുധമാണ് അണുബോംബല്ല, അതിനേക്കാളും വലിയ ശക്തമായ ആയുധമാണ് എഞ്ചലിക് സാൾട്ടർ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ജപമാല പ്രാർത്ഥനകൾ ഉയരട്ടെ, മാതാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. അമ്മയോട് ചേർന്ന് യുദ്ധത്തിൽ നമ്മൾ ചെയ്യും. ഞാൻ പറയും, ഈ ഒക്ടോബർ മാസത്തിന്റെ ഈ പ്രാർത്ഥനയില് അനേക മക്കൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഭയങ്കര മെസ്സേജാണ്.
അനേക മക്കള് വിടിവിക്കപ്പെടും, തടസ്സങ്ങൾ മാറും, കെട്ടുകൾ പൊട്ടും, സാത്താന്റെ പിടികൾ തകർന്നു പോവും, അവൻ വെച്ച കെണികൾ തകർക്കപ്പെടും, അവന്റെ വലകളൊക്കെ പൊട്ടി തകരും. അതൊരു പ്രോമിസാണ്, സ്വർഗം തന്ന പ്രോമിസ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വലിയ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെല്ലാവരും നട കുമ്പസാരിച്ച് മാതാവിന്റെ പരിശുദ്ധിയോട് ചേർന്ന് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കുമ്പസാരിച്ച് കടങ്ങളുടെ പുറത്തി പലതും കണ്ടു, നമ്മള് ഇനി കുറെ കാണും, അതൊക്കെ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മനസാന്തരപ്പെട്ട് ഉദാശയിലേക്ക് തിരിഞ്ഞ് അമ്മയെ വിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി ഇതൊന്നും ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ഈ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോ, അമ്മയുടെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കുമ്പോ കഠിന പാപികൾ മാനസാന്തരപ്പെടും, അവർ തിരിച്ചു വരും, വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കാനിടയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വലിയ പ്രാർത്ഥനയോടെ അമ്മയോട് ചേർന്ന് ഈ ഒക്ടോബർ മാസത്തില് നമുക്ക് ഈ പോരാട്ടം അതിശക്തമാക്കാം. പിന്നെ നമുക്കറിയാലോ, എവിടെയും തിന്മ, പിശാചിന്റെ പ്രവൃത്തികൾ, ഒത്തിരി തിന്മ, അകൃത്യങ്ങള്, മ്ലേച്ഛതകള്, ലഹരി, നന്ദികെട്ട ജീവിതം, വ്യഭിചാര മേഖലകള്, കൊലപാതകങ്ങള്, ഗർഭചിത്രങ്ങള്, ആത്മഹത്യകള്, പിശാചിക ആരാധനകള്, ഇതെല്ലാം കൂടി നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് ഒറ്റ വഴിയിലെ മക്കളെ, പരിശുദ്ധ അമ്മയുടെ എൻജലിക് സാൾട്ടർ, റിസൈറ്റ് ദി എൻജലിക് സാൾട്ടർ പലവട്ടം ആവർത്തിച്ച് അമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആ ശബ്ദം മുഖരിതമാകുമ്പോ, ആ വിളിച്ചപേക്ഷിക്കുന്ന സ്വരം ഉയരുമ്പോ ഈ സ്വർഗത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകണം. ഡൊമിനിക്കിന്റെ കാലത്തുന്ന പോലെ, ബ്ലാക്ക് പ്ലേഗിന്റെ കാലത്തുന്ന പോലെ, ഫാത്തിമയിലും ലൂർദിലും മെറ്റുഗോറിയിലും ലെപ്പാന്റെ യുദ്ധത്തിലും ഒക്കെ സംഭവിച്ചതുപോലെ മനസാന്തരത്തിന്റെ ശക്തമായ സ്വർഗത്തിന്റെ ഇടപെടലുകൾ അമ്മയിലൂടെ ഇന്നത്തെ കാലത്തിലും സംഭവിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കൾ, എല്ലാവരെയും ഒക്ടോബർ മാസത്തിലേക്ക് അച്ഛൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. മാതൃസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിലേക്ക് വിളിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞില്ലേ, ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളും ജപമാല പ്രദക്ഷിണങ്ങളും ഒക്കെ ഒക്ടോബർ മാസത്തില് നമുക്ക് ചെയ്യണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വാഹനം പെട്ടെന്ന് സംഘടിപ്പിക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കർത്താവിന്റെ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം വിളിച്ചിറക്കിക്കൊണ്ട് തിന്മയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നമ്മൾ മുന്നേറുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില്, അമ്മയുടെ സംരക്ഷണത്തില് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം മാതാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യോസേപ്പ് പിതാവിനെ കൂടെ വിളിച്ചേ. എല്ലാ മാലാഖമാരെയും വിശുദ്ധരെയും കൂടെ വിളിച്ചേ. പരിശുദ്ധ അമ്മ മാതാവേ, ജപമാലയുടെ ശക്തമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ജപമാല യുദ്ധം, ഈ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള അമ്മ സൈന്യാധിപയായിട്ടുള്ള യുദ്ധം ഒട്ടും തളരാതെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ ജപമാല ചൊല്ലാനും അതിൽ നിന്ന് മാറിപ്പോകാതെ അർത്ഥം മനസ്സിലാക്കി കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ജപമാലയാൽ പൊതിഞ്ഞു പിടിച്ചുള്ള സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സഹായവും നിങ്ങളോടെല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.